ഉത്തർപ്രദേശിൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ദീപക് വർമ്മ എന്ന കൊടും കുറ്റവാളിയെയാണ് ഏറ്റുമുട്ടലിനിടെ വധിച്ചത്. കീഴടങ്ങാനുള്ള പോലീസ് നിർദ്ദേശത്തിന് വഴങ്ങാതെ വന്നതോടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഗുഡ് മോർണിംഗ്. ഗൗതം, നല്ലൊരു വാർത്തയാണ് ഇത്. ഇതുപോലുള്ള വാർത്തകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന്. ഉത്തർപ്രദേശ് പോലീസിന് മാത്രമേ ഗട്ട്സുള്ളൂ. ഇത്തരം വിഷയങ്ങൾ പലതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ തന്നെ ഇതുപോലുള്ളൊരു ഇടപെടൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറില്ല. പക്ഷേ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് ഷൂട്ട് അറ്റ് സൈറ്റ്. എന്താണ് വിശദാംശങ്ങൾ, ഗൗതം? അനിൽ നമ്പ്യാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഉത്തർപ്രദേശിൽ നിന്നും ഇത്തരത്തിൽ ഈ ശുഭകരമായ വാർത്തകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ക്രമസമാധാന പാലനം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നത് UP ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നു. പ്രത്യേകിച്ച് 25 കോടി ജനങ്ങളുള്ള, അതായത് ലോകത്തിലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലും ഇത്രയധികം ജനസംഖ്യ പല രാജ്യങ്ങളിലും ഇല്ല എന്നത് നമുക്കറിയാം. UP എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വ്യത്യസ്തമായ രാജ്യമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ 3-ാമത്തെയോ 4-ാമത്തെയോ ഏറ്റവും അധികം പോപ്പുലേഷനുള്ള രാജ്യമായി അതിനെ കണക്കാക്കേണ്ടി വന്നേനെ. അത്രത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ അവിടെ കൃത്യമായി തന്നെ ക്രിമിനലുകളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഉത്തർപ്രദേശിൻ്റെ മുൻകാല പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഗുണ്ടാരാജും ജംഗിൾ രാജും ഒക്കെയുള്ള പദപ്രയോഗങ്ങൾ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് UPയിൽ നിന്നാണ്. കാരണം ഗുണ്ടകളും ക്രിമിനലുകളും കാര്യങ്ങൾ തീരുമാനിക്കുകയും സർക്കാർ സംവിധാനങ്ങൾക്ക് മുകളിലേക്ക് ക്രിമിനലുകൾ വളരുകയും ഒക്കെ ചെയ്തൊരു സംസ്ഥാനമാണ് UP. അവിടെയാണ് ഇപ്പോൾ കൃത്യമായി ക്രമസമാധാന പാലനത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിലേക്ക് യോഗി ആദിത്യനാഥിൻ്റെ ഭരണം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച ഒരു കൊടും ക്രിമിനലിനെ UP പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. എൻകൗണ്ടറിലൂടെ ഇയാളെ വധിക്കുകയായിരുന്നു. ദീപക് വർമ്മ എന്നാണ് ഈ ക്രിമിനലിൻ്റെ പേര്. ഇയാൾ മുൻപും പല കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. ജൂൺ മാസം 5-ാം തീയതി ലക്നൌവിൽ വെച്ച് ഈ കൊച്ചുകുട്ടിയെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ കേസെടുക്കുകയും ഇയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കീഴടങ്ങാതെ പോലീസ് പിടിക്കാൻ വരുന്ന സമയത്ത് ഇയാൾ പോലീസിന് നേരെ വെടിയുതിർത്തു. ഇതേ തുടർന്ന് ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഇയാളെ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UPയിൽ ഇത്തരം എൻകൗണ്ടറുകൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. കാരണം യോഗി സർക്കാരിൻ്റെ ഒരു നിലപാട് എന്നത് ഈ കീഴടങ്ങാൻ ഗുണ്ടകളോട് ആവശ്യപ്പെടും. അങ്ങനെ കീഴടങ്ങാത്ത ആളുകളെ അവരുടെ മടയിലേക്ക് തന്നെ ചെല്ലുക എന്നതാണ്. ഇതൊരു സ്പെഷ്യൽ ഓപ്പറേഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് ഈ ഗുണ്ടകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുന്ന ഘട്ടത്തിൽ ഇത്തരം ക്രിമിനലുകൾ സ്വാഭാവികമായും പോലീസിനെ കണ്ട് ഓടുകയോ അല്ലെങ്കിൽ വെടിവെക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് അവിടെ വെച്ച് തന്നെ ഇത്തരം ക്രിമിനലുകളെ ഇല്ലാതാക്കുന്ന ഒരു ശൈലി UP പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ 2017 ശേഷം 2017 മാർച്ച് മാസം 19-നാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ക്രിമിനലുകൾക്ക് സ്വസ്ഥതകളില്ലാത്ത രാത്രിയും സമാധാനമില്ലാത്ത പകലുകളും യോഗി സർക്കാർ നൽകുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. അനിൽ നമ്പ്യാർ. ഗൗതം, മനുഷ്യാവകാശം പറഞ്ഞ് ഇനിയിപ്പോൾ ദീപക് വർമ്മയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ആളുകൾ വരുമോ? അനിൽ നമ്പ്യാർ, UPയിൽ എന്തായാലും അത്തരം ആളുകൾക്കൊന്നും ഇനി സ്കോപ്പില്ല. കാരണം അത്തരം ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ യോഗി സർക്കാരിന് അറിയാമെന്നുള്ളതാണ്. അതിനാൽ ഇത്തരം വേഷം കെട്ടുകൾ ഉത്തർപ്രദേശിൽ തൽക്കാലമില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഒരു വലിയ വേർഷൻ മുൻപുണ്ടായിരുന്നൊരു സംസ്ഥാനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് ക്രിമിനലുകളും ഗുണ്ടകളുമാണ് ഉത്തർപ്രദേശിൽ വാണിരുന്നത്. രാഷ്ട്രീയക്കാർ പോലും ആര് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് ക്രിമിനലുകളും വലിയ ഗുണ്ടാ സംഘങ്ങളുമൊക്കെ ആയിരുന്നു. അപ്പോൾ അത്തരംകാരെയൊക്കെ കൃത്യമായി അടിച്ചൊതുക്കാനും അത്തരം ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്ന നേതാവാണ് ഇപ്പോഴത്തെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയും. അദ്ദേഹം ഗോരഖ്പൂർ മഠത്തിൻ്റെ പീഠാധീശനും ഒക്കെയാണ്. അതിനാൽ യോഗി ആദിത്യനാഥിൻ്റെ ഭരണകാലത്ത് എന്തായാലും ഇത്തരം വേഷം കെട്ടുകളൊന്നും UPയിൽ നടക്കത്തില്ല. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഇത്തരം ക്രിമിനലുകൾക്ക് വേണ്ടി ഇപ്പോൾ ആളുകളൊക്കെ ഉയർന്നു വരികയും അവർക്ക് വേണ്ടി ഫേസ്ബുക്കിൽ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഉത്തർപ്രദേശിൻ്റെ ഒരു സാഹചര്യം ക്രിമിനലുകളെ പിന്തുണയ്ക്കുന്ന ആളുകളെയും കൃത്യമായി പിടിച്ച് ജയിലിലിടുന്നൊരു സംവിധാനം ഇപ്പോൾ അവിടെയുണ്ട്. അതിനാൽ തന്നെ ഇത്തരം കലാപരിപാടികൾ ഉത്തർപ്രദേശിൽ തൽക്കാലം നടക്കത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ക്രിമിനലുകളെ ഒരു കാരണവശാലും വാഴിക്കരുത്. അത് ജയിലിനകത്താവട്ടെ പുറത്താവട്ടെ. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മനുഷ്യാവകാശവും അതുപോലെ നിയമവിരുദ്ധതയും ഒക്കെ പറഞ്ഞ് ഇത്തരം ക്രിമിനലുകൾക്ക് വേണ്ടി പലരും രംഗത്ത് വരാം, പലരും അവർക്ക് വേണ്ടി വാദിച്ചെന്ന് വരാം. പക്ഷേ ഉത്തർപ്രദേശ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെയാണ് പോലീസ് വെടിവെച്ച് കൊന്നത്. ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്ന് തന്നെ പറയും.
ദീപക് വർമ്മ എന്ന കൊടും കുറ്റവാളിയാണ് ഏറ്റുമുട്ടലിനിടെ വധിച്ചത്. കീഴടങ്ങാനുള്ള പോലീസ് നിർദ്ദേശത്തിന് ദീപക് വർമ്മ വഴങ്ങാതെ വന്നതോടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.